രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ശരിയായ വഴിക്ക് വരുന്നു എന്ന നിഗമനത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. നല്ല വഴിക്ക് വന്നുവെന്ന് നമ്മൾ പറയുകയും ചെയ്തു. എന്നാൽ വഴി കൂടുതൽ തെറ്റിപ്പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രകടനം തെളിയിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബില്ലിന്മേലുള്ള ആൻറ്റി പേപ്പർ ലീക്ക് ബിൽ ചർച്ചയ്ക്കിടയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇഡിയറ്റ് പ്രയോഗം ഇപ്പോഴേ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാളം ചാനലുകളും പത്രങ്ങളും ഹർഷാരവത്തോടെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. ഒപ്പം ഇടതുപക്ഷവും രാഹുൽ എന്ന വിഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിൽ കർസേവകരാണ്. ആകെ ഇനി ഒരു പ്രതീക്ഷയുള്ള കേരളത്തിൽ നിലവിലെ കോൺഗ്രസ് സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് പ്രസ്ഥാനം വളർത്തേണ്ടതിന് പകരം രാഹുലിന് ഓശാന പാടിപ്പാടി വിയർക്കുകയാണ് ഇടതുപക്ഷം ഡൽഹിയിൽ. ഇന്ത്യ സഖ്യം എന്ന മഴവിൽ സഖ്യം ഇന്ത്യയിൽ മുഴുവൻ യാഥാർത്ഥ്യമാകുമ്പോൾ സത്യത്തിൽ ശബ്ദം നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് തന്നെയാണ്. അവരാകെ ആശയക്കുഴപ്പത്തിലാണ് കുറച്ച് കാലമായി. അതൊന്നും ഇടതു നേതാക്കളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം അവർക്കെല്ലാം പാർലമെൻറ്റിൽ എത്താൻ കോൺഗ്രസ് തന്നെ സഹായിക്കും. ഇവിടെ പോരാടുന്ന സാധാരണ പ്രവർത്തകരുടെ വീര്യവും ധൈര്യവുമാണ് നഷ്ടമാകുന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാരിനെ മാത്രം പ്രതിരോധിച്ച് ഇടതുപക്ഷത്തിന് കേരളം പോലുള്ള ഇടങ്ങളിൽ നിലനിൽക്കാനും കഴിയില്ല. അവരും രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിഡ്ഢികളായി മാറുകയാണോ എന്ന ആശങ്ക അത് പലരും എന്നോടും പങ്കുവച്ചിട്ടുണ്ട്. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളുമായി താൻ നടത്തിയ ഒരു സംഭാഷണം സഭയിൽ പങ്കുവയ്ക്കുമ്പോഴാണ് രാഹുൽ ഈ വാക്ക് പറഞ്ഞത്, ഇഡിയറ്റ്. ഒരു വിദ്യാർത്ഥിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജ്യത്ത് 3 തരത്തിലുള്ള ആളുകളുണ്ട്. 1 വിദ്യാർത്ഥികൾ, 2 വിഡ്ഢികൾ, പിന്നെ ആ വിഡ്ഢികളെ പിന്തുണയ്ക്കുന്ന അന്ധരായ ഭക്തർ. എല്ലാ അറിവും തനിക്കില്ലെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന തുറന്ന മനസ്സും ഹൃദയവുമുള്ളവരാണ് വിദ്യാർത്ഥികൾ എന്നുമാണ് ആ കുട്ടി പറഞ്ഞതായി രാഹുൽ സഭയിൽ നിർവചിച്ചു. സത്യത്തിൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സങ്കല്പം മാത്രമാണ്, അല്ലാതെ അത് പുതിയതായി ആരും പറഞ്ഞതല്ല, ആരും എങ്ങു നിന്നും ചുമന്ന് കൊണ്ടുവന്നതുമല്ല. ഇതം വിദ്യാർത്ഥി ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഭാരതം പലതും പറഞ്ഞു വച്ചിട്ടുണ്ട് പണ്ട് തന്നെ. ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ഭാരതീയ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഇങ്ങനെ നിരവധി നിർവചനങ്ങളുണ്ട്. അതിൽ നിന്ന് കടമെടുത്ത് രാഹുൽ ഒരു കഥയുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് കഥ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, ഇഡിയറ്റ് എന്ന് ചിലരെ പരോക്ഷമായി ഒന്ന് വിളിക്കണം. നേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പലരെയും ഇതിനു മുമ്പ് വിളിച്ചതിന് പലതവണ മാപ്പ് പറയേണ്ടി വന്ന ചരിത്രം രാഹുലിനുണ്ട്. കോടതി ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പഠിക്കാത്ത ഒരു നേതാവാണ് അദ്ദേഹം. എന്നാൽ ഈ പ്രയോഗത്തിലെ 2ഉം 3ഉം വാചകങ്ങളിലൂടെ സത്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ആ പെൺകുട്ടി ഉദ്ദേശിച്ചത് രാഹുലിനെ തന്നെയാണ് എന്നാണ്. പാവത്തിനത് മനസ്സിലായില്ല. സമരത്തിൽ പങ്കെടുത്ത ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും വിദ്യാർത്ഥികളല്ല എന്നത് ഈ ലോകത്തിനറിയാം. എന്നാൽ അതിൽ വിദ്യാർത്ഥികളും തൊഴിൽ രഹിതരും ഈ സമരം എന്ന തൊഴിൽ മാത്രം ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാകും. അവരെല്ലാം വിദ്യാർത്ഥികളെന്ന പേരിലാണ് അവിടെ സമരം ചെയ്തത്. അതൊക്കെ സംഭവിക്കാം. സംഭവിച്ചുവെന്ന് സമരം ചെയ്ത പാർട്ടി നേതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയിരുന്നു എന്നതുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥിനിയുടെ നിലപാടും നമുക്ക് അംഗീകരിക്കാം. എന്നാൽ ആ വാക്കുകൾ സത്യമാണ് എങ്കിൽ ഈ സമരത്തോട് ആദ്യം മുതൽ മുഖം തിരിഞ്ഞു നിന്ന രാഹുലിനെതിരായ ഒരു ഒളിയമ്പും ആ കുട്ടിയുടെ വാക്കുകളിലുണ്ട്. എന്നാൽ അത് ആ കുട്ടി പറഞ്ഞു എന്ന് പറയുന്ന രാഹുലിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾ പോലും അത്ര തയ്യാറാകുന്നില്ല. കാരണം പറയുന്നത് രാഹുലാണല്ലോ. എനിക്കും വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. ഭരണകൂടത്തെ മാത്രമല്ല, ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയണം. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതിപക്ഷം സത്യത്തിൽ അപ്രസക്തമാകുന്നത്. ഈ ഇഡിയറ്റ് അല്ലെങ്കിൽ വിഡ്ഢികൾ എന്ന പ്രയോഗത്തിന് എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന ഒരു തല നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ തല തന്നെയാണ് എന്നത് ഈ രാജ്യത്തിനറിയാം. രാഹുലിൻ്റെ ഇത്തരം കർമ്മങ്ങൾ വാഴ്ത്തിപ്പാടാൻ ഒരു ഇന്ത്യ മുന്നണിയും കുറേ മാധ്യമങ്ങളും കുറേ പത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഈ മണ്ടത്തരങ്ങളെല്ലാം രാഹുലിൻ്റെ മാത്രം നിർമ്മാണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലിന് വേണ്ടി തിരക്കഥ എഴുതുന്ന ഒരു ടീം അവരുണ്ടാക്കി വയ്ക്കുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. അല്പം എരിവും പുളിയും മസാലയും എല്ലാം വേണം എന്നൊരു നിർദ്ദേശം മാത്രമായിരിക്കും രാഹുൽ തിരക്കഥ എഴുത്തുകാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. അവർ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥകളിലാണ് വിശ്വാസമില്ലായ്മ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? രാഹുൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണവും പ്രയോഗവും എന്നുവെച്ചാൽ അമിത്ഷാ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന ആരോപണവും
ഇഡിയറ്റ് എന്ന പ്രയോഗവും സഭാരേഖകളിൽ നിന്ന് നീക്കി. മാത്രമല്ല, പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഒറ്റയടിക്ക് തള്ളിക്കൊണ്ട് ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ബില്ലായിരുന്നു അത് പാസ്സാക്കാൻ കോൺഗ്രസിൻ്റെ ഒരു സഹായവും വേണ്ട. അത് BJPയേക്കാൾ നന്നായിട്ട് കോൺഗ്രസിനറിയാം. ഇത്തരമൊരു സാഹചര്യത്തിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് ആ ബില്ല് പഠിച്ച് വേണ്ട ഭേദഗതികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുകയും അത് സർക്കാരിനെ കൊണ്ട് അനുസരിപ്പിക്കുകയുമായിരുന്നു സത്യത്തിൽ രാഹുൽ ചെയ്യേണ്ടിയിരുന്നത്. ആ ബില്ല് പ്രതിപക്ഷ നേതാവ് പോലും വായിച്ചു എന്ന് തോന്നുന്നില്ല. ഇതുപോലെ സുപ്രധാനമായ വിഷയങ്ങൾ സഭയിൽ നടക്കുമ്പോൾ രാഹുൽ സഭയിൽ വരുന്നത് മോദിയെ പരിഹസിക്കാനും പറയാനും വേണ്ടി മാത്രമാണ് എന്ന് സാമാന്യ ജനങ്ങൾ കരുതുന്നതിൽ അവരെ നമുക്കൊരിക്കലും തെറ്റു പറയാനാകില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചു. എന്നിട്ട് ഇഡിയറ്റ് എന്ന് പരാമർശിച്ചത് ആരെയും ഉദ്ദേശിച്ചല്ല എന്ന് ഒരല്പം പരിഹാസ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ആ വാക്ക് ഒരിക്കൽ കൂടി ഒന്ന് സഭയിൽ ഉറപ്പിച്ചു. കാരണം നാളെ ഈ വാക്കായിരിക്കും BJPയെ ട്രോളാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. രാഹുൽ പണ്ടും ഇതുപോലുള്ള പല നാടകങ്ങളും സഭയിൽ നടത്തിയിട്ടുണ്ട്. പണ്ട് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയ്ക്ക് പ്രസംഗം നടത്തിയതിന് ശേഷം രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീറ്റിനടുത്തേക്ക് അപ്രതീക്ഷിതമായി ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും കണ്ണു തള്ളി ഒരു നിമിഷം ഇരുന്നു പോയി. തൻ്റെ സീറ്റിലേക്ക് മടങ്ങിയെത്തിയ രാഹുൽ സഹപ്രവർത്തകർക്ക് നേരെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ബെഞ്ചിന് നേരെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. ഗൗരവമേറിയ പാർലമെന്റ് ചർച്ചകളെ നാടകവേദിയാക്കി മാറ്റിയ കോമാളിത്തരം മാത്രമാണ് അത് എന്ന് അന്ന് വിലയിരുത്തപ്പെട്ടു. അതുപോലെ സഭയിലെ അശ്രദ്ധമായ ഇരിപ്പും പെരുമാറ്റവും രീതികളും ഒക്കെ പലപ്പോഴും സഭാധ്യക്ഷന്റെ ശാസനയ്ക്കും കാരണമായിട്ടുണ്ട്. അന്നൊക്കെ പ്രതിപക്ഷ നേതാവല്ല എന്നൊരു ന്യായമെങ്കിലും നമുക്ക് പറയാം. പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നത് രാഹുൽ ഒരിക്കലും ഓർക്കാറില്ല. ഇത്തവണ മോദിയെ വിട്ട് അമിത്ഷായെ പിടിച്ചിരിക്കുകയാണ് രാഹുൽ. വിദ്യാർത്ഥി സമരത്തെ ഭയന്ന് 30 സുരക്ഷാ വാഹനങ്ങളുമായി അമിത്ഷാ പേടിച്ച് വിറച്ചു പോകുന്നത് താൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നൊക്കെയാണ് രാഹുൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ ബോംബ്. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വാഹന വ്യൂഹത്തിന് പോലും ഇത്രയും വാഹനങ്ങൾ ഉണ്ടാകാറില്ലെന്നും രാഹുൽ പറയുന്നത് ശുദ്ധ കള്ളമാണെന്നും ഒപ്പം നിൽക്കുന്നവർക്കും എന്തിന് രാഹുലിന് പോലും അറിയാം. ഒരിക്കലെങ്കിലും അമിത്ഷായുടെ വാഹന വ്യൂഹത്തിലെ കാറുകൾ നേരിട്ട് വന്ന് കുത്തിയിരുന്ന് എണ്ണി നോക്കിയിട്ട് വേണം മിനിമം ഇത്തരം ആരോപണങ്ങളൊക്കെ പാർലമെന്റിലെങ്കിലും ഉന്നയിക്കാൻ. പശ്ചിമേഷ്യൻ പ്രതിസന്ധികളുടെയും ഈ ഇന്ധനത്തിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 2026 മെയ് മാസത്തിൽ തന്നെ അമിത്ഷാ തൻ്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം പകുതിയിലധികം വെട്ടിക്കുറച്ചു. ഡൽഹിയിലെ ക്യാബിനറ്റ് മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ വെറും 2-3 വാഹനങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. Z+ കാറ്റഗറി സുരക്ഷയുള്ള നേതാവായതിനാൽ നിശ്ചിത സുരക്ഷാ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിമിതമായ അകമ്പടി വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ഇതുപോലെ തന്നെ കേരളത്തിൽ സമാനമായ ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തു. അതിനെ അനുകരിച്ചാണ് രാഹുൽ അവിടെ അത് പറഞ്ഞത് എന്നാണ് തോന്നുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് 30-ലധികം വാഹന വ്യൂഹങ്ങൾ ഉണ്ടെന്നാണ് പല പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം ഈ കോൺഗ്രസും ഒക്കെ പറഞ്ഞു നടന്നത്. ആ ആരോപണം ഉന്നയിച്ച കോൺഗ്രസിനെ പിന്താങ്ങാൻ സഭയിൽ ഇടതുപക്ഷവും തയ്യാറായി എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇതെല്ലാം രാഹുൽ അല്ലാതെ ഈ ഇന്ത്യയിൽ മറ്റാരും കാണാറില്ല. അങ്ങനെ പല കാര്യങ്ങളും രാഹുൽ സ്വപ്നം കാണുകയാണ്. രാഹുൽ പ്രധാനമന്ത്രിയാകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 10-23 വർഷമാകും. സ്വപ്നം നടക്കാത്തതിന് നല്ല നിരാശയുണ്ട് രാഹുലിന്. പ്രധാനമന്ത്രിയായി അകമ്പടി വാഹനങ്ങളുടെ പിന്നിലൂടെ ജനപദ് 10-ാം നമ്പർ വസതിയിലേക്ക് പുന്നാരമോൻ എത്തുന്നതും കാത്ത് അവിടെ ഒരമ്മ ഇരിക്കാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി. ഓരോ വിധിയും ഗതികേടും ഒക്കെ നോക്കണേ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഹാജരാകാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ സഭയിൽ സംസാരിച്ചു. രാഹുൽ പറഞ്ഞ ഒരു ഡയലോഗ് ഇതാണ്: എന്തുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിലില്ലാത്തത്? രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഇവിടെ വന്നിരിക്കാൻ ധൈര്യമില്ല. അദ്ദേഹം ഭയപ്പെടുന്നത് കൊണ്ടാണ് സഭയിലേക്ക് വരാത്തത്. കഷ്ടം. ഈ ഇന്ത്യയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ മോദി ഭയപ്പെടുന്നു എന്ന് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ ആർക്കും പറയാം. കാരണം അദ്ദേഹം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പക്വതയിലേക്കാണ് പോകുന്നത്. എന്നാൽ പുലി പതുങ്ങുന്നത് ഭയന്നിട്ടാണ് എന്ന് പറയാൻ പൂച്ചകളുടെ മഹാരാജാവിന് മാത്രമേ കഴിയൂ. അമിത്ഷാ പേടിച്ചു വിറച്ചു എന്നൊക്കെ രാഹുൽ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. രാഹുൽ പലതവണ പേടിപ്പിക്കാൻ നോക്കിയിട്ടും അത് നടന്നിട്ടില്ല എന്നതാണ് സത്യം. ഇവരെ തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല.
ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ 22 വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ 54 വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് ഈ രാഹുൽ. എന്നാൽ കഴിഞ്ഞ 20 വർഷമായി ഒരൊറ്റ വിദേശയാത്ര പോലും നടത്താതെ ഇന്ത്യയിൽ തന്നെയാണ് അമിത്ഷാ. രാഹുൽ പറയുന്ന കണക്കുകൾ പ്രകാരം സർവകലാശാലകളിലെ പ്രസംഗങ്ങൾ, അന്താരാഷ്ട്ര സംവാദങ്ങൾ, അമ്മയുടെ കുടുംബ സന്ദർശനം അങ്ങ് ഇറ്റലിയിൽ, പിന്നെ വ്യക്തിപരമായ അവധിക്കാലങ്ങൾ എന്നിവയാണ് ഓരോ വിദേശയാത്രകളുടെയും കാരണങ്ങൾ. എന്നാൽ അമിത്ഷാ കഴിഞ്ഞ 20 വർഷമായി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അതിർത്തി കടന്നു പോകാതെ ഇന്ത്യയിൽ തന്നെയുണ്ട്. പൂർണ്ണമായും ആഭ്യന്തര രാഷ്ട്രീയത്തിലും പാർട്ടി സംഘടനയിലും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അദ്ദേഹം. ഈ രാഹുലിൻ്റെ ഈ 54 വിദേശയാത്രകൾ കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് ആദ്യം കോൺഗ്രസ് പറയണം. 2 ദേശീയ നേതാക്കന്മാരെ ഞാനൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം ഒറ്റ വാക്ക്. രാഹുലിന് മുഴുവൻ സമയവും വിദേശത്തായാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നത് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. എങ്ങും ഒളിച്ചോടി പോയിട്ടില്ല, പോവുകയുമില്ല. ഒരു നേതാവിനെ ജനം വിലയിരുത്തുന്നതും അളക്കുന്നതും അങ്ങനെയാണ്. അത് രാഹുൽ ഒരിക്കലും ഇനി മനസ്സിലാക്കാൻ സാധ്യതയില്ല. ആർക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ല. ജന്തർ മന്ദറിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാനും ലാത്തി ചാർജ് നടത്താനും ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രിയാണെന്ന് രാഹുൽ പറയുമ്പോൾ ഈ രാജ്യത്തെ നിയമത്തെക്കുറിച്ച് അതിൻ്റെ ബാലപാഠം പോലും പ്രതിപക്ഷ നേതാവിന് അറിയില്ല എന്നതാണ് പൊതുജനം മനസ്സിലാക്കുന്നത്. ഏത് പ്രദേശത്തായാലും ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം ജില്ലാ മജിസ്ട്രേറ്റിനുള്ളതാണ്. ഡൽഹി പോലീസിൻ്റെ അധികാരം മുഴുവൻ അങ്ങ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 144 പ്രഖ്യാപിക്കുന്നതിനും ഒരു വെടിവയ്പ്പിന് നിർദ്ദേശം കൊടുക്കുന്നതിനുമൊക്കെ അതൊക്കെ ആരാണ് എന്നത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. രാഹുൽ സഭയിൽ വന്ന് പറയുന്ന കള്ളത്തരങ്ങളും അതൊക്കെ സ്ഥാപിക്കാൻ പറയുന്ന ഉപകഥകളുമൊക്കെ പണ്ടൊക്കെ പോലും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. രാഹുൽ ഇതിനു മുൻപും നിരവധി തവണ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് ബോംബെന്നാണ്. അത് കേട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പണ്ടൊക്കെ കുറേ ബോംബ് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും കെട്ടിച്ചമച്ച കഥകളും സഭയിൽ ഉന്നയിച്ച് രാഹുൽ പാർലമെന്റ് നടപടികൾ ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് അത് മനസ്സിലായില്ല എങ്കിൽ. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെന്റിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും പദവിക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറുന്നതും സഭയുടെ ഗൗരവത്തെയും അന്തസ്സിനെയും ബാധിക്കുന്നുവെന്ന് കോൺഗ്രസ് അംഗങ്ങൾക്ക് പോലും തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രിയങ്കയുടെ വാക്കുകളിൽ ആർക്കും വലിയ പ്രശ്നം തോന്നാത്തത്? മാത്രമല്ല, നിരവധി വേറെ നേതാക്കൾ ഉണ്ടല്ലോ, KC വേണുഗോപാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് MP കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രശ്നമുണ്ടാകാത്തത് എന്താണ്? ചില മലയാളം മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന പോലെ പാർലമെന്റ് അങ്ങ് തകർക്കണം എന്നാണോ? ഓരോ ആഗ്രഹങ്ങൾ കഴുതകൾ പറഞ്ഞു തീർക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാനാകില്ല. പിന്നെ പരനാറി എന്ന പ്രയോഗത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാളയത്തിൽ അഭയം തേടി പിന്നീട് കോൺഗ്രസ് ബലത്തിൽ പാർലമെന്റിലെത്തിയ പ്രേമചന്ദ്രനാണ് ഇഡിയറ്റ് എന്ന പ്രയോഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് അധികമായി. രാഷ്ട്രീയം ഫലിത ബിന്ദുക്കൾ മാത്രമല്ല, ഇപ്പോൾ മെഗാ കോമഡി ഷോ കൂടിയാകുന്ന അവസ്ഥയാണ്. ഗതികെട്ട അവസ്ഥ.